ചേച്ചി സ്വാമി ശരണം, അയ്യപ്പ ശരണം. ഒടുവിൽ CPM എന്ത് ചെയ്തിരിക്കുന്നു? യുവതീ പ്രവേശനത്തിലെ നിലപാട് മാറ്റി. അയ്യപ്പ ശരണം തന്നെ അയ്യപ്പന്റെ കാലിലേക്ക് വീണു. അതായത് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്തെ ശരിക്കും ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായക ഘട്ടം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആ സമയത്ത് സുപ്രീം കോടതി ഇതിന്റെ അഭിപ്രായം ചോദിക്കുന്നു, സർക്കാർ ഇതിനകത്ത് എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, അതായത് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും പ്രശ്നമാവുന്ന ഒരു ഘട്ടമായിരുന്നു ഇത്. ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പോലെ തന്നെ സർക്കാരിന്റെ മുന്നിൽ നിൽക്കുമായിരുന്നു. യുവതി പ്രവേശനത്തിന് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേക, അതായത് അവർക്ക് ഇത് പലതരത്തിലുള്ള പാർലമെന്റിൽ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചു കിട്ടിയിട്ടില്ല. വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വളരെ തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളതാണ് ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിട്ട് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു. ഒരു തരത്തിൽ അവരുടെ ഒരു അറിയില്ല, അവർ പല രീതിയിലും അഭിപ്രായങ്ങളും നിലപാടുകളും പലപ്പോഴും മൃദുപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെ ഒരു തീരുമാനം, പക്ഷേ തീരുമാനം ഉണ്ടായാൽ പോലും ഇനിയിപ്പോൾ അവരിതിന് ആചാരത്തിന് സപ്പോർട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, അപ്പോഴും പ്രതിച്ഛായ തകരും. അല്ല, CPMന്റെ ഒരു നിലപാട് തന്നെ പോയി. അതായത് അവരിത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവര് കുറച്ചൊരു നിലപാടുള്ളവരാണെന്നെങ്കിലും പറയായിരുന്നു. അപ്പൊ ഇങ്ങനെ എടുത്തത് നമുക്ക് അറിയാവുന്നതാണ്. ബാലകൃഷ്ണൻ പറഞ്ഞു നിൽക്കുന്നതല്ല ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നിയമസഭയിൽ 2 വോട്ടിന് വേണ്ടി അവർ സത്യത്തിൽ നിലപാട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു. അപ്പൊ ബേസിക്കലി ഇപ്പൊ അയ്യപ്പ സംഗമമൊക്കെ നടത്തി വിശ്വാസികളുടെ ഒരു വിശ്വാസം പിടിച്ചുപറ്റാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. പക്ഷെ അയ്യപ്പ സംഗമത്തിലും കൂടുതൽ വിമർശനങ്ങൾ വരികയും സർക്കാരിന്റെ ഒരു പ്രതിച്ഛായ വീണ്ടും ചെയ്തു. പക്ഷെ അപ്പോഴാണ് വീണ്ടും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു ഘട്ടം വരുമ്പോൾ സമുദായ നേതാക്കളെ നോക്കണം, തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ, പല കാര്യങ്ങളും ഇവർക്ക് നോക്കിയല്ലേ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്ത് തീരുമാനം എടുക്കുമെന്നുള്ള ഇത് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട് ചേച്ചി, അതായത് 2018 വലിയൊരു സുപ്രീം കോടതി വിധി വരുന്നു. വലിയ രീതിയിലുള്ള കേരള സമൂഹത്തിൽ ഭയങ്കര ചർച്ച നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നു. ഈ ഒരു യുവതീ പ്രവേശനം നമ്മുടെ ഒരു സാംസ്കാരിക പ്രശ്നമായി മാറുന്നു. അതേപോലെ തന്നെ സമൂഹത്തിലൊരു മാറ്റം വരണം നമ്മൾ ആഗ്രഹിക്കുന്നു. നവോത്ഥാന നായകനായിട്ട് മുന്നിൽ നിന്ന പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാർ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് എല്ലാം മാറുകയാണ് ഇവിടെ. ഇത് 2026 തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവര് നിലപാട് മാറ്റി. അത് 2019 തെരഞ്ഞെടുപ്പാണ് ഇതിന്റെ ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ പുരോഗമന ആശയങ്ങൾക്ക് വോട്ട് കിട്ടും എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷയെങ്കിലും അത് വലിയൊരു തിരിച്ചടി ഉണ്ടായി. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് 20 സീറ്റിൽ 19 സീറ്റും CPMന്റെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിൽ തിരിച്ചടിയായി. പക്ഷെ അതിനുശേഷം എന്താ സംഭവം, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് ഇവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതായത് യുവതി പ്രവേശനത്തിന് വേണ്ടി എടുത്ത നിലപാട് ശരിയായിരുന്നു എന്നുള്ള രീതിയിൽ പൊതുവായിട്ട് അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു നിലപാട് നിൽക്കുകയായിരുന്നു, അത് മാറ്റം വരുത്താതെ. പക്ഷേ അപ്പോഴാണ് കോടതി ഇത് അഭിപ്രായം ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ദേവസ്വം ബോർഡ് ഇതിന് മുന്നേ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങൾ ആചാരത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. 2007 ഇതേമാതിരി തന്നെ ഒരു ഇതുണ്ടായിരുന്നു. 2007 VS സർക്കാരാണ് ഇതിന് പറ്റില്ല അല്ല എന്ന് വെച്ചാൽ യുവതികളെയും പ്രായഭേദമന്യേ എല്ലാവരെയും ശബരിമലയിൽ കയറ്റണമെന്ന് പറഞ്ഞിട്ട് VS സർക്കാരാണ് സത്യവാങ്മൂലം സുപ്രീം കോടതി കൊടുക്കുന്നത്. അന്നും ദേവസ്വം ബോർഡ് അയ്യപ്പം ഭക്തന്മാരുടെ ഒരു മതമായിട്ടാണ് ഇത് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് യുവതികളെ പ്രവേശിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള നിലപാടായിരുന്നു. പിന്നീട് പിണറായി സർക്കാർ വരുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാട് മാറ്റുന്നു. പക്ഷേ പിണറായി സർക്കാർ വന്നപ്പോഴാണ് നമുക്ക് സത്യവാങ്മൂലം കൊടുക്കുന്നത് VS സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെയും നിലപാടുകളിൽ വ്യത്യാസം വന്നിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡാണെങ്കിലും സർക്കാരാണെങ്കിലും ഇത്തരം ഒരു പരിപാടി വേണമെന്ന് വെച്ചാൽ ഇനി സർക്കാരിന്റെ മാത്രമല്ല, സർക്കാരിന് അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടെന്നെങ്കിലും പറയാം. പക്ഷെ CPM എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ ഒരു തീരുമാനം വരുന്നു. പാർട്ടി സെക്രട്ടറി എന്താണ് പറഞ്ഞത്? പാർട്ടി സെക്രട്ടറി എന്താണ്? കോടതിയും നിയമങ്ങളും ഒന്നും ഇതിൽ ബാധകമല്ലാന്ന്. അതായത് എന്ത് റൈറ്റിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് തുല്യനീതിയുടെ കാര്യത്തിലാണെങ്കിലും കോടതിയോ ഗവൺമെന്റോ അല്ല കാര്യത്തിൽ തീരുമാനിക്കേണ്ടതെന്നും അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരവുമായിട്ട് ഇല്ലെങ്കിൽ എന്ത് വിഷയമാണോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പണ്ഡിതന്മാരോ അറിവുള്ളവരോ ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാല് CPM നിലപാട് മാറ്റിയപ്പോൾ അവര് ശരിക്കും BJP നിലപാടല്ലേ ഇപ്പൊ സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഈ പിന്നെ എന്തിനാണ് ഈ ഇടതുപക്ഷം എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യം. അന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷം അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വരില്ല, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് ഉണ്ടാവാത്ത തീരുമാനം, ഇതുപോലത്തെ ഒരു നവോത്ഥാനം എന്നുള്ള മുന്നേറ്റം സ്ത്രീകൾ യുവതീ പ്രവേശനം നടത്തി, അതായത് അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. സ്ത്രീകൾ കയറി
അവിടെ വലിയ രീതിയിലുള്ള ചർച്ചകൾ കേരള സമൂഹത്തിൽ നടന്നു. അപ്പോഴൊക്കെ നമ്മൾ പറയുന്നുണ്ട് പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ്, പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ CPM ഭരിക്കുന്നത് കൊണ്ട് LDF ഭരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു വിധി നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നുള്ള രീതിയിൽ പുരോഗമനവാദികൾ വലിയ രീതിയിൽ ആഘോഷിച്ചു. അവരൊക്കെ ഇപ്പൊ ആരായി? പുരോഗമനം പറഞ്ഞ ആളുകളൊക്കെ സർക്കാരിനെ വിശ്വസിച്ച് ശബരിമലയിൽ എത്തിയ സ്ത്രീകളുടെ അവസ്ഥയോ? തീർച്ചയായും അവരെ എത്രയോ വർഷങ്ങളായിട്ട് ആക്രമിക്കപ്പെടുന്നവരാണ്. പലരും ഇവിടുന്ന് സ്ഥലം മാറി പോകുന്നു, പലരും ഒളിച്ചു താമസിക്കുന്നത്, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സമൂഹത്തിൽ നിന്ന് അവർ സ്ത്രീകളോട് ആരാണ് ഉത്തരം പറയാന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇതിന് ഈ കോസിന് കാരണമായി നിന്ന സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകളോടാണ് ആരോടാണ്? കാരണം അതൊരു സർക്കാർ സംവിധാനത്തെ, അവരുടെ ദൃഢനിശ്ചയത്തെ വിശ്വസിച്ച് കൂടെ നിന്നവരാണല്ലോ. അല്ലാതെ അവർക്ക് ഇതിനകത്ത് പ്രത്യേകമായ താല്പര്യം ഉള്ളതുകൊണ്ടല്ല. പക്ഷെ നമുക്ക് തുല്യനീതിയെന്നും ഈ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന റൈറ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം, ആ കോഴ്സിൽ മാത്രം നമ്മുടെ മൗലിക അവകാശമാണ്. പക്ഷെ അതാണ് പാർട്ടി സെക്രട്ടറി ഇന്ന് വന്ന് പറഞ്ഞിട്ടുള്ള വേറെ കാര്യമുണ്ട്. ഈ സമയത്ത് ഉണ്ടാകാവുന്ന ഏറ്റവും ഉചിതമായ നടപടിയാണ് സർക്കാർ തീരുമാനിച്ചത്. അതായത് അവർ ഉദ്ദേശിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് സർക്കാർ എടുക്കേണ്ട അല്ലെങ്കിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് ഇത് തന്നെയാണ്. അതായത് വിശ്വാസികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം, ആചാര സംരക്ഷകരുടെ വോട്ട് വേണം, അവർക്ക് വേണ്ടി നിൽക്കുന്ന NSSന്റെ ഉൾപ്പെടെ സാമുദായിക നേതാക്കളുടെ വോട്ട് വേണം തന്നെയാണ് കൃത്യമായി പറഞ്ഞു. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ചേച്ചി, ഇത്രത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അവിടെ നിൽക്കുന്നുണ്ട്. യുവതീ പ്രവേശനം ആരും മറന്നിട്ടില്ല, പ്രശ്നങ്ങളുണ്ട്. പിന്നെ പൊതുവെ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ ഇവിടെ ഭരിച്ചതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം വളരെ പ്രകടവുമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നിലപാട് മാറ്റം വരുത്തിയത് കൊണ്ട് പാർട്ടിക്ക് വലിയ രീതിയിൽ വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതീക്ഷയ്ക്ക് വെക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ യുവതി പ്രവേശനം എന്ന് പറഞ്ഞാൽ വലിയ മുറിവായിട്ട് തന്നെ കേരള സമൂഹത്തിന്റെ പലരും, അതായത് വിശ്വാസ സമൂഹത്തിന്റെ ഇടയ്ക്ക് അത് വലിയ മുറിവ് തന്നെയാണ്. ഇപ്പോൾ പോലും ആൾക്കാർ ഇവര് വോട്ട് ചോദിച്ചു പോലും നമ്മൾ ഇപ്പോഴത്തെ സ്വർണ്ണക്കൊള്ള പോലും അല്ല ആൾക്കാർ പറയുക, ആദ്യത്തെ യുവതി പ്രവേശനത്തിന്റെ കാര്യമാണ് പറയുക സാധാരണക്കാര്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതിൽ നിന്ന് രക്ഷപ്പെടും. ഇനിയിപ്പോ ഈ നിലപാട് മാറ്റിന്ന് വെച്ചോ, ആ മുറിവെന്ന് പറഞ്ഞത് മുറിവായിട്ട് തന്നെ കിടക്കും. കാരണം സർക്കാർ ഇപ്പോൾ ഈ ഇതിനു വേണ്ടിയിട്ടാണെന്നോ നിയമസഭ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടാണ് വോട്ട്, കാരണം പണ്ടത്തെ കാര്യമല്ലല്ലോ, ഇപ്പൊ വോട്ടിന് വേണ്ടി തന്നെയാണ് ഈ ഗിമ്പുകൾ കാണിക്കുന്നത് എന്നുള്ള സംഭവം ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവര് പറഞ്ഞു, കാരണം BJPയും UDF ഒക്കെ ഉള്ളവർ അവരെ ഇതിനെ തന്നെ ആയുധമാക്കും. കാരണം വന്നപ്പോ ആ സമയത്ത് വന്ന സമയത്ത്, അതായത് 2018 യുവതീ പ്രവേശനം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കേരളം സന്ദർശിച്ചപ്പോൾ പുള്ളി പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് ഇത് എങ്ങനെ നമുക്ക് എത്ര വോട്ട് നേടാന്നുള്ള രീതിയിലാണ്. അതാണ് അമിത്ഷാ അവിടെ നിന്ന് ചോദിക്കുകയാണ്. തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. അമിത്ഷാ പറഞ്ഞ അതേ നിലപാട് തന്നെ നമ്മളിത് പറയാതിരിക്കാനും പറ്റില്ല. കാരണം BJPയുടെ വളർച്ചയിലും NDAയുടെ വളർച്ചയിലും ഈ നിയമസഭ യുവതീ പ്രവേശനം വലിയ പ്രാധാന്യമാണ്. പിന്നീട് നടത്തുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കൂടുക എന്നുള്ളതല്ല, പക്ഷെ എങ്ങനെയാണ് അതിനകത്തുള്ള ഒരു തിരിവ് വരുന്നത്, അതുവരെ അത്ര കണ്ട് പ്രാധാന്യമില്ലാതെ നിന്നിരുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ചില മണ്ഡലങ്ങളിൽ മാത്രം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാത്തിലും കോർപ്പറേഷൻ വരെ പിടിക്കുന്ന രീതിയിലേക്കും ആൾക്കാരുടെ ഒരു ഇതിൽ തിരിഞ്ഞു പോയെന്നും അത് കൃത്യമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി തന്നെയായിരുന്നു ഈ ശബരിമല പ്രവേശന വിഷയം എന്നുള്ളത്. അതും ശരിക്കും സർക്കാരിനെ സംബന്ധിച്ചിട്ടും CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിട്ടും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് തന്നെ. അപ്പൊ ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്കത് ഈ ഒരു നിലപാട് എടുത്തത് ശരിക്കും അത് വളരെ ശരിയായിട്ടുള്ള നിലപാടാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും പാർട്ടിയെ സംബന്ധിച്ചിട്ട് അതൊരു അതൊരു എടുക്കണോ വേണ്ടെന്നുള്ള സംശയം തോന്നിപ്പോയ ഒരു ഘട്ടം ത്തിലൂടെയാണ് അവർ കടന്നുപോയത്. കാരണം ഏത് സമയവും ഇത് തിരിഞ്ഞു കുത്താവുന്നതും നവോത്ഥാനം നേരത്തെ തന്നെ ഉപേക്ഷിച്ചായിരുന്നു. ഇപ്പൊ സമുദായങ്ങളും മാത്രമുള്ള ഒരു അലയൻസ് എന്നുള്ള രീതിയിലേക്ക് മാത്രം പോയായിരുന്നു. കാരണം എല്ലാ സമുദായങ്ങളും ഇല്ലെങ്കിലും നമുക്ക് കഴിഞ്ഞ തവണ പിണറായി വിജയൻ പറഞ്ഞത് ഭക്തർക്കൊപ്പം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോഴും അയ്യപ്പ സംഗമം നടത്തിയപ്പോ കൃത്യമായിട്ട് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ ഒപ്പമുള്ള. അതെ, പിന്നെ ഭക്തർക്കൊപ്പമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. സുപ്രീം കോടതി ഇതിന്റെ അഭിപ്രായം ചോദിച്ചപ്പോ തന്നെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പറയുമോ, അന്നത്തെ നവോത്ഥാനൊക്കെ വിട്ടു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അന്നത്തെ സർക്കാർ എടുത്ത തീരുമാനം തെറ്റായി പോയി അത് തിരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് തിരുത്തുമെന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ള എന്നുള്ള രീതിയിൽ സുകുമാരൻ നായർ അന്ന് എതിർപ്പായിരുന്നു. സുകുമാരൻ നായർ പറഞ്ഞത് തിരുത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഉറപ്പ്. അവരത് വാക്കാൽ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് അവർക്കൊക്കെ ഇത് ഉറപ്പായിരുന്നു, ഈ ഒരു സമുദായത്തിനും അവരുടെ ഒരു ആവശ്യത്തിനും വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇത് തിരിഞ്ഞു കുത്തിക്കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഈ സമുദായ നേതാക്കൾ പറഞ്ഞിട്ട് ഇവിടെ എത്രത്തോളം വോട്ട് ചെയ്തു എന്നുള്ളതൊന്നും വേറെ വിഷയം. അത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വിചാരിക്കും. പക്ഷെ കൂടെ നിർത്തേണ്ടത് പാർട്ടിക്ക് ആവശ്യമാണ്. കാരണം ഇടഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇത് വലിയ തോതിൽ ഉപദ്രവാവും ചിലയിടത്തെങ്കിലും. അപ്പൊ എങ്ങനെയായാലും അതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു വഴി ഇനിയിപ്പോ കുറച്ച് പുരോഗമനക്കാരുടെയോ അല്ലെങ്കിൽ പുരോഗമനവാദികളുടെയോ പരിഷ്കാരികൾ, ഇന്നിപ്പം സെക്രട്ടറി പറഞ്ഞതിന്റെ വേറൊരു വാക്ക് നമ്മൾ ആലോചിച്ചാൽ അതിപ്പോ ഈ പണ്ഡിതരും അറിവുള്ളവരുമാണ് തീരുമാനിക്കേണ്ടത്. അതിപ്പോ പരിഷ്കാരമായാലും അതെ,
ഇല്ലെങ്കിൽ ആചാരത്തിന്റെ കാര്യമാണെങ്കിലും അതെ, പരിഷ്കാരവും ആചാരവും ഒക്കെ എന്താണെങ്കിലും അവർ കൊടിയേരുടെ വാക്കിന് ഒരു വിലയില്ല പാർട്ടിയില്. കൊടിയേരി പോട്ടെ, അന്ന് എടുത്ത സർക്കാർ നിലപാട് എന്ത് വന്നാലും ഞങ്ങൾ നിലപാട് തിരുത്താത്തവരാണെന്നുള്ള അതിനൊന്നും ഒരു വിലയില്ല. വിലയില്ല. അവസാനം സാഷ്ടാംഗം പ്രണമിക്കുകയാണ്, അയ്യപ്പ ഞങ്ങളെ രക്ഷിക്കണേന്ന്. അയ്യപ്പ രക്ഷിക്കോ, ഈ നിലപാട് മാറ്റത്തിലൂടെ എങ്കിലും അയ്യപ്പ രക്ഷിക്കോ എന്നുള്ള അവസാനഘട്ട പോരിനാണ് ഇപ്പൊ CPM ഇറങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അയ്യപ്പ ശാപം എന്തായാലും പക്ഷെ അയ്യപ്പ ശബരികൾ ഇത് വോട്ടിൽ പ്രതിഫലിക്കുമ്പോൾ നമുക്ക് നോക്കിയിരുന്ന് കാണാം.